പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഓർമ്മ തിരുനാൾ കൊണ്ടാടുകയാണ്. ഈശോ മിശിഹായുടെ തിരുഹൃദയ തിരുനാളിൻ്റെ പിറ്റേ ദിവസമാണ് സഭാമാതാവ് അമ്മ മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാൾ കൊണ്ടാടുക. ഈ തിരുനാളിൻ്റെ എല്ലാ സ്നേഹാശംസകളും നമുക്ക് പരസ്പരം കൈമാറാം. ഒരുപാട് സമർപ്പിതര് ഇന്നവരുടെ സഭാദിനമായിട്ട് കൊണ്ടാടുന്നുണ്ട്. ഞാനൊരു ക്ലരീഷ്യൻ സഭാംഗമാണ്. CMF ക്ലരീഷ്യൻസ് കോർദി മരിയ ഫീലിയെ, മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മക്കളെന്നാണ് ഞങ്ങളുടെ സഭയുടെ പേര്. അമ്മ മാതാവിൻ്റെ ചങ്കോട് ചേർന്നിരുന്നു കൊണ്ട് അമ്മയുടെ ഹൃദയത്തിൻ്റെ വലിയ മാധുര്യമൊക്കെ നുകർന്ന് ജീവിത മേഖലയ്ക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കാം. അമ്മയുടെ ചാരയണയുമ്പോൾ അമ്മയോടൊപ്പം ദൈവത്തിങ്കിലേക്ക് യാത്ര ചെയ്യുന്നവരാകുവാൻ നമ്മളെ ഒരുക്കണമേ എന്നും ഇന്ന് പ്രാർത്ഥിക്കാം. ഈ തിരുനാളിൻ്റെ എല്ലാ സ്നേഹാശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്കേവർക്കും നേരുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ. ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ പിറ്റേ ദിവസം ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ തിരുസഭ കൊണ്ടാടുന്നു. ഈ രണ്ട് ഹൃദയങ്ങളും 9 മാസം ഒരേ ശരീരത്തിൽ തന്നെ ആയിരുന്നുവല്ലോ, ഒരേ രക്തം തന്നെ ആയിരുന്നുവല്ലോ രണ്ടിലും പ്രവഹിച്ചിരുന്നത്. വിശുദ്ധ ജോൺ യൂഡ്സ് 1648 മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ താൻ സ്ഥാപിച്ച ഈശോയുടെയും മറിയത്തിൻ്റെയും സഭയിൽ ആദ്യം കൊണ്ടാടി. അത്ഭുത കാശിരൂപം വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിച്ചു. ഫാത്തിമയിൽ ദൈവമാതാവ് ലൂസിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തിയുടെ ആവശ്യകതയും വെളിപ്പെടുത്തി. 1942 മെയ് 13 12-ാം പിയൂസ് മാർപ്പാപ്പ റഷ്യ ഉൾപ്പെടെയുള്ള ലോകത്തെ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. ഫാത്തിമയിൽ ജസീന്ത, ഫ്രാൻസിസ്, ലൂസി എന്ന 3 കുട്ടികൾക്കുണ്ടായ കന്യകാ മറിയത്തിൻ്റെ പ്രഥമ ദർശനത്തിൻ്റെ രജത ജൂബിലി സന്ദർഭമായിരുന്നുവല്ലോ അത്. അങ്ങനെ പ്രതിഷ്ഠ നടത്തുവാൻ ദൈവമാതാവ് തന്നെ ഫാത്തിമയിൽ ആവശ്യപ്പെട്ടിരുന്നതാണ്. ലൂസി അക്കാര്യം പരിശുദ്ധ പിതാവിനെ അറിയിച്ചിരുന്നു. 1942 ഡിസംബർ 8 പരിശുദ്ധ പിതാവ് 12-ാം പിയൂസ് കർദിനാൾ സംഘത്തിൻ്റെ മുമ്പിൽ വച്ച് പ്രതിഷ്ഠ നവീകരിച്ചു. 1943 ഏപ്രിൽ മാസത്തിൽ മാർപ്പാപ്പയുടെ സെക്രട്ടറി മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാൻ അഭ്യർത്ഥിച്ചു. 1945 മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ സാർവത്രിക സഭയിൽ സ്ഥാപിതമായി. മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി താഴെ പറയും പ്രകാരം ആചരിക്കുന്നുണ്ട്. 1. വ്യക്തികളും സമൂഹങ്ങളും തങ്ങളെ തന്നെ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. 2. വിശുദ്ധ കുർബാന സ്വീകരിച്ചും പ്രതിഷ്ഠ നവീകരിച്ചും ജപമാലയുടെ ഒരു രഹസ്യമെങ്കിലും ചൊല്ലിയും 5 മാസാദ്യ ശനിയാഴ്ച ഭക്തി ആചരിക്കുന്നു. 3. തിരുനാൾ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്നു. 4. രക്ഷയുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. 5. വിമല ഹൃദയത്തിൻ്റെ ചിത്രങ്ങളും പ്രതിമകളും വണങ്ങുന്നു. 6. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, അങ്ങേ രാജ്യം വരണം. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ദേശീയവും അന്തർദേശീയവുമായ സമാധാനം സംജാതമാക്കണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിരീശ്വര ശക്തികളെ വിപാടനം ചെയ്യണമേ എന്നിങ്ങനെയുള്ള സുഹൃത ജപങ്ങൾ ചൊല്ലുന്നു. വിശുദ്ധ അംബ്രോസ് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: കന്യകാമറിയത്തിൻ്റെ നിർമ്മല ഉദരത്തിൽ ഈശോ എന്ന ഒരു ഗോതമ്പ് മണിയേ ഉണ്ടായിരുന്നുള്ളൂ, യേശുക്രിസ്തു. എന്നാൽ അത് ഗോതമ്പ് കൂമ്പാരമായിരുന്നു. കാരണം തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നമ്മളും തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിലേക്ക് ചേരുവാനായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം. നന്മയുടെ പാതയിലൂടെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ നമ്മളെയും പ്രതിഷ്ഠിച്ച് വെച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം അനുഗ്രഹമാകുവാനും, കാനായിലെ വീട്ടിലെ കണ്ണുനീരിനെ അനുഗ്രഹമാക്കിയ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടങ്ങളുടെ കുറവുകളെ, കണ്ണുനീരുകളെയൊക്കെ അനുഗ്രഹമാക്കുവാൻ, ശ്രേഷ്ഠമായ വിരുന്നിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ എന്നും തുണയായി കൂടെ ഉണ്ടാവണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് തേടാം. ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നമുക്ക് പരസ്പരം കൈമാറുകയും ചെയ്യാം. അമ്മയുടെ ഹൃദയത്തിൽ അല്പം ഇടം ലഭ്യമാകുവാനായിട്ട് നമ്മളെയൊക്കെ യോഗ്യരാക്കണമേ എന്നാവട്ടെ ഇന്നിൻ്റെ പ്രാർത്ഥന.
നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളൊക്കെ അമ്മയോട് ചേർത്ത് വെച്ച് തിരുക്കുമാരനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഈ തിരുനാൾ ദിനം നമുക്ക് അമ്മയോട് യാചിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.